ഹരി ഓം. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ബുദ്ധി സാമർഥ്യത്തെ ഉണർത്താനും വളർത്താനും പോഷിപ്പിക്കാനുമുള്ള വഴി. മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് വരുന്നത് ബുദ്ധി സാമർഥ്യം കൊണ്ടാണ്. പക്ഷേ ബുദ്ധി സാമർഥ്യത്തെ വേണ്ട പ്രകാരത്തിൽ വിനിയോഗം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം നുകരാൻ സാധിക്കില്ല. ബുദ്ധി വിനിയോഗം എന്നത് ചോദ്യം ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ ചോദ്യങ്ങൾ കണ്ടെത്തുക, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യത്തിൻ്റെ ഉത്തരം തേടുക. ഉത്തരം കണ്ടെത്തുന്നതിനെ ഉത്തരവാദിത്വം എന്ന് പരിഗണിച്ചൂടെ എന്ന് സ്വാമി ആലോചിക്കാറുണ്ട്. ചോദ്യങ്ങളുള്ളവർ, ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങളെ കണ്ടെത്തുന്നവർ, ഉത്തരങ്ങൾ തിരിച്ചറിയുന്നവർ, ഇവരൊക്കെയാണ് ഉത്തരവാദികൾ, ഉത്തരവാദിത്വം ഉള്ളവർ. അല്ലാത്തവരെക്കുറിച്ച് വന്ന പാട് ചന്തം എന്ന് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ആക്ഷേപത്തിന് ന്യായമുണ്ട്. അവർ ഉത്തരവാദിത്വമുള്ളവരല്ല എന്ന് സാരം. അവരവരെക്കുറിച്ച് എനിക്കെന്താ വേണ്ടത് എന്ന ചോദ്യം ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഞാൻ ആരാ എന്ന ചോദ്യം പ്രസക്തമാവുന്നു. ഇവിടെ നമ്മൾ പരിചിന്തനത്തിന് എടുത്തിരിക്കുന്ന ഹസ്താമലകം എന്ന സ്തോത്രം, ആ സ്തോത്രത്തെ സംബന്ധിച്ച് ആ സ്തോത്രം ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതാണ് പ്രത്യേകത. ചോദ്യകർത്താവാകട്ടെ ലോകോത്തര ദാർശനിക ജ്ഞാനത്തിൻ്റെ ഉജ്ജ്വല വക്താവ്. ലോകോത്തര ദാർശനിക പദ്ധതി എന്നത് അദ്വൈതമാണ്. ഇക്കാര്യം വരും കാലം കൂടുതൽ നിശ്ചയമായും ആഘോഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലോകോത്തര ദാർശനിക പദ്ധതിയായ അദ്വൈത ചിന്തയുടെ ഉജ്ജ്വല വക്താവായ ശ്രീമദ് ശങ്കര ഭഗവത് പാദർ ഒരു കൊച്ചു ബാലനോട് ചോദിച്ച ചോദ്യം, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത എന്നിങ്ങനെ ഏതാനും ചോദ്യങ്ങൾ. ഈ ചോദ്യം അല്ലെങ്കിൽ ചോദ്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചോദിക്കാൻ സാധിക്കട്ടെ. അത് നമ്മെ കൂടുതൽ ദാർശനിക അവബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കും. ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അതിലേക്ക് നയിക്കും. ആമുഖമായി മൂല്യങ്ങളുടെ കുഴമറച്ചിലിനെ കുറിച്ച് ആലോചിക്കുകയുണ്ടായി. ഐഡൻറ്റിറ്റി ക്രൈസിസ്, മൂല്യങ്ങളുടെ കുഴമറിച്ചൽ. എന്തുകൊണ്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നു, മൂല്യങ്ങളുടെ കുഴമറിച്ചൽ ഉണ്ടാകുന്നു? ഉത്തരം, ശരിയായ മൂല്യം അത് ഏതുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കേണ്ടതാണ്. അതിൻ്റെ മാനകം, അതിൻ്റെ മാനദണ്ഡം, മൂല്യത്തിൻ്റെ ഏകകം എന്ത്
ആ ഒരു കാര്യത്തിലുള്ള അവ്യക്തത അത് ഐഡൻറ്റിറ്റി ക്രൈസിസ് സമ്മാനിക്കും. ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചുള്ള അവ്യക്തതയും നമ്മുടെ ഉണ്മയെ സംബന്ധിച്ച്, നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഐ ആൻഡ് മൈൻ, ഞാൻ, എൻ്റേത്, ഈ വക കാര്യങ്ങളിലൊക്കെ കുഴമറിച്ചിലുകൾക്ക് ധാരാളം സ്കോപ്പുണ്ട്. ഇപ്പോൾ മൂല്യാധിഷ്ഠിതമായ ചിന്തയിൽ പ്രയോജനം നൽകുന്നത് മൂല്യവത്തായിരിക്കും. അതിനാണ് മൂല്യം നൽകേണ്ടത്, കൽപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു വസ്തുത പരിഗണനയ്ക്കെടുത്താൽ യൂട്ടിലിറ്റി ഓറിയൻറ്റഡ് തിങ്കിങ്. അപ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത്? എന്തു വേണം? എനിക്ക് വേണ്ടത് സ്വസ്ഥതയാണ്, ശാന്തിയാണ്, സന്തോഷമാണ് എന്നിങ്ങനെ പട്ടിക നിരത്താൻ നമുക്ക് സാധിക്കും. ശാന്തിയുള്ളയിടത്ത് സന്തോഷമുണ്ടാവും, സന്തോഷമുള്ളയിടത്ത് സ്വസ്ഥതയുണ്ടാവും എന്ന് ബന്ധിപ്പിക്കാനും കഴിയും. ഏറ്റവും ശാന്തിഭദ്രമായത്, സന്തോഷദായകമായ തത്വം എന്ന് പറയുന്നത് ഉണ്മയാണ്. ഇതാണ് അദ്വൈതം അനുശാസിക്കുന്നത്. നാനാത്വങ്ങൾക്ക് പിറകിൽ, വിവിധ ആവിഷ്കാരങ്ങൾക്ക് പിറകിൽ, വിവിധ പ്രകടനങ്ങൾക്ക് പിറകിലുള്ള ഏകതത്വം അദ്വൈതം. അതിലധിഷ്ഠിതമാണ് സ്വാസ്ഥ്യവും ആനന്ദവും ശാന്തിയും ഒക്കെ. അതാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപം. ഇത് അന്വേഷിച്ചറിയാൻ സഹായകമായ ഒരു സംവാദമാണ് ഹസ്താമലക സ്തോത്രം. അതിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം നീ ആര് എന്നതാണ്. ആരെന്ന് ഞാനിപ്പോൾ ധരിച്ചു വശായിരിക്കുന്നുവോ അതൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം നാം ജീവിതത്തിൽ അനുവർത്തിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വമുള്ളവരായി മാറാൻ കഴിയും, ഉത്തരവാദികളായി മാറാൻ കഴിയും. എൻ്റെ ആനന്ദഭദ്രമായ സ്വാതന്ത്ര്യ നിർഭരമായ ശാന്തി നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അതെനിക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ദക്ഷിണദേശത്ത് ശ്രീവേലി ഗ്രാമത്തിൽ മൂക്കനാണ്, അതുകൊണ്ട് ബധിരനാവാം, മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ പരിഗണിക്കപ്പെട്ട ഒരു ബാലകനോട് ആചാര്യസ്വാമികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്താ കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭഗത്വം മത്പ്രീതയേ പ്രീതിവിവർദ്ധനോസി. ഭവാനെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് പ്രീതി ഉണ്ടായി. ഇനിയും എൻ്റെ പ്രീതിയെ വർദ്ധിപ്പിക്കുന്ന ഭവാൻ മത്പ്രീതയേ, എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഈ ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം പറയൂ. ഇതൊരു ഗുരുകാരുണ്യമാണ്. ഗുരുവിന് എപ്പോഴാണ് സംപ്രീതി ഉണ്ടാവുക? ഗുരുവിന് സംപ്രീതി ഉണ്ടാവുക ഗുരു കരുണയോട് നാം ഉത്തമമായി പ്രതികരിക്കുമ്പോഴാണ്. ഗുരു കരുണയാണ് ചോദ്യങ്ങളായിട്ട് വർഷിക്കപ്പെടുന്നത്. ഹൂ ആർ യു? വാട്ട് യു റിയലി വോണ്ട്? ഇതൊക്കെയാണ് ഗുരു കാരുണ്യം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. എവിടെ പോകുന്നു? ആരുടേതാണ്?
ഇത്യാദി ചോദ്യങ്ങൾ. ഗുരുവിന് എപ്പോഴാണ് പ്രീതി ഉണ്ടാവുക? ഗുരു കാരുണ്യ ചോദ്യവർഷത്തോട് ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുമ്പോൾ. കാരണം അത് മനനഫലമായിരിക്കും. ലോട്ട് ഓഫ് റിഫ്ലക്ഷൻ ഈസ് നീഡഡ് എന്ന് പറയും. അപ്പോഴാണ് ഉത്തമ ഉത്തരം ഉണർന്നു വരിക. സപ്പോസ് ഈ ചോദ്യം നമ്മുടെ നേരെയാണ് ഉന്നയിക്കപ്പെട്ടതെങ്കിൽ, കസ്ത്വം ശിശോ, ഗുരു ഞാൻ ശിശുവല്ല, ഇത്ര പ്രായമുണ്ട്, യുവാവാണ്, അല്ലെങ്കിൽ മധ്യവയസ്കനാണ്, വൃദ്ധനാണ്, വൃദ്ധയാണ് എന്നിങ്ങനെയൊക്കെ നമ്മളൊരു പക്ഷേ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. കസ്ത്വം, കസ്യ, തറവാട്ട് മഹിമയൊക്കെ പറയാൻ സൗകര്യം തരുന്ന ഒരു ചോദ്യമാണ്. നീ ആരുടേതാണ്? പരിചയമില്ല അല്ലേ? വേണ്ടത്ര പരിചയമില്ല അല്ലേ? ഇന്ന തറവാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നങ്ങോട്ട് തുടങ്ങി. കസ്യ കുതോസി ഗന്ത, എവിടെയാണ് ഭവാൻ പോകുന്നത്? നീ എവിടേക്ക് പോകുന്നു? എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതാണ്. എന്നിങ്ങനെ നമ്മുടെ ഒരു ലൈഫ് മിഷൻ പ്രോജക്റ്റ് അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടാവും എന്നർത്ഥം. കിം നാമത്തെ, അവിടെ പ്രശസ്തമായ പേര്, വിളിപ്പേര്, അതുപോലെ പ്രവൃത്തിയുടെ മഹത്വം കൊണ്ട് പലരും ആദരം കലർത്തിയും വാത്സല്യം കലർത്തിയും ഒക്കെ ഇട്ട് നൽകിയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറയാനൊരവസരമാണ്. കിം നാമത്തെ, ത്വം കുത ആഗതോസി, ഫ്രം വേർ യു ആർ കമ്മിങ്, എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ വിദേശത്തൊക്കെ ആയിരുന്നു കുറേ കാലം എന്ന് വന്നാൽ അതൊക്കെ പറയാനൊരു സൗകര്യം. ഇങ്ങനെ എന്നെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്തേനെ. ഏതന്മയോക്തം വദച അർഭകത്വം, ഹേ കുട്ടി, ഇതൊക്കെ ഒന്ന് ഭവാൻ എന്നോട് പറയുക. അപ്പം നമ്മൾ നൽകുന്ന ഉത്തരം കൊണ്ട് നമുക്കെന്താ ഗുണം? ഇപ്പം ഈ ഒരു സെറ്റ് ഓഫ് ഉത്തരമാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്കെന്താ ഗുണം? വിശേഷിച്ച് ഗുണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തത്. അതിൻ്റെ പിറകിലൊരു റിഫ്ലക്ഷൻ ഇല്ല, മനനം ഇല്ല. കേൾക്കുന്ന ഗുരുവിൻ്റെ പ്രീതി വർദ്ധിപ്പിക്കാൻ ന്യായമില്ല. കാരണം കരുണയോടെ വർഷിച്ച ചോദ്യങ്ങൾക്ക് കാരുണ്യത്തെ നാം ഏറ്റുവാങ്ങി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് മനനാധിഷ്ഠിതമായ ഉത്തരമല്ല നമ്മൾ പറയുക. അത് പിന്നെ ചോദിച്ച ഗുരുവിനും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഹസ്താമലകനെ ആശ്രയിക്കുന്നു. ഹസ്താമലകനാകട്ടെ ആചാര്യസ്വാമികളാൽ ആദരിക്കപ്പെട്ടവൻ. ഉത്തമ ഉത്തരത്തെ കൈവെള്ളയിലെ നെല്ലിക്ക പോലെ സുസാധ്യമാക്കിയ ധന്യാത്മാവ്. അങ്ങനെ ആചാര്യസ്വാമികൾ ഹസ്താമലകൻ എന്ന് വിളിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ ഓർമ്മിക്കണം, മന്ദബുദ്ധിയും മൂകനും ബധിരനും ഒക്കെയായ വ്യക്തി. പക്ഷേ അറിയേണ്ടത് സ്വായത്തമാക്കിയവൻ ഹസ്താമലകൻ. ഉത്തരം പറയുന്നു,
നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ഇവിടെ ഞാൻ എന്താണെന്ന് മറ്റുള്ളവർ ധരിച്ച് വശായിരിക്കുന്നുവോ, സ്വാത്മബോധമില്ലാത്തവർ അവരവരെക്കുറിച്ച് എന്തെന്തൊക്കെ ധരിക്കാറുണ്ടോ അതൊക്കെ ഗുരുകാരുണ്യം കൊണ്ട് നിഷേധിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ആദ്യം നിർവഹിക്കുന്നത്. ഗുരുകാരുണ്യ ചോദ്യ വർഷത്തിൽ ഉത്തരം പറയുക എന്ന ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ആദ്യ പടി എന്താണ്? ഭൂരിപക്ഷം പേരും അവരവരെക്കുറിച്ച് എന്തെന്ത് ധരിച്ചു വശായിരിക്കുന്നുവോ അതിനെ നിഷേധിക്കുക. നാഹം മനുഷ്യഃ, ഞാൻ മനുഷ്യനല്ല, മനുപുത്ര പരമ്പരയിൽ പെട്ടവനല്ല, ഇരുകാലി മൃഗമെന്ന് പുകഴ്ത്തപ്പെട്ടവനല്ല. അങ്ങനെ ഞാൻ അറിയപ്പെടുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്, വ്യവഹരിക്കുന്നുണ്ട്. അതിനൊന്നും റെലവൻസ് ഇല്ല എന്നല്ല. പക്ഷേ ആഴത്തിൽ ആലോചിച്ചാൽ ഐ ആം മോർ ദാൻ ദാറ്റ്. ഇപ്പം എൻ്റെ അസ്തിത്വത്തെ കേവലം ഇരുകാലി മൃഗമെന്ന് ചുരുക്കാൻ പറ്റില്ല. നാഹം മനുഷ്യോ. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഭേദപ്പെട്ട ജീവിവർഗം, ദേവൻ, യക്ഷൻ. യക്ഷൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ എന്നാണ് അർത്ഥം. യക്ഷം സുന്ദരൻ. യക്ഷി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് അർത്ഥം. ന ദേവ യക്ഷൗ, ദേവന്മാരും അല്ല, ദേവവർഗത്തിലും പെട്ടവനല്ല ഞാൻ, യക്ഷവർഗത്തിലും പെട്ടവനല്ല. ദേവനല്ല, യക്ഷനല്ല. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ, ദേവനല്ല, യക്ഷനല്ല. അങ്ങനെയുള്ള ജീവിവർഗങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തേ കാണുന്നില്ല? അഥവാ വേറെ എവിടെയെങ്കിലും ആണോ? പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലുമൊക്കെ വ്യത്യസ്ത യോനി വിശേഷങ്ങളെക്കുറിച്ച്, ജീവിവർഗങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദനമുണ്ട്. അതുകൊണ്ട് ഇല്ലെന്ന് നിഷേധിക്കേണ്ടെന്നാണ്. കാണുന്നില്ലെന്ന ആക്ഷേപത്തിനുള്ള പരിഹാരം കാഴ്ചയ്ക്ക് നിദാനമായ ഫ്രീക്വൻസിയിലല്ലെങ്കിലോ? കാണണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ദൃശ്യതരംഗങ്ങൾ വേണം. നമ്മുടെ കണ്ണിന് കാണാൻ സാമർഥ്യം വേണമെങ്കിൽ. മനുഷ്യനെന്ന ജീവിവർഗത്തേക്കാൾ കാഴ്ചശേഷിയുള്ള ചില വേറെ ജീവിവർഗങ്ങളുണ്ട്. വളരെ ഉയരത്തിൽ പറക്കുന്ന പരുന്തിന് അത്രയും ഉയരത്തിൽ നിന്ന് താഴെയുള്ള ഒരു ഇരയെ കാണാനും ചത്ത് കിടക്കുന്നതിനെ കാണാനുമൊക്കെ സാധിക്കും. പിന്നെ കാഴ്ചശക്തി എത്ര മികവുറ്റതാണ്. ഇപ്പം യക്ഷനെ കണ്ടില്ല അല്ലെങ്കിൽ ദേവനെ കണ്ടില്ല എന്ന് ഈ ഒരു ന്യായം കൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. വേറെ ഫ്രീക്വൻസിയിലായിരിക്കും. ഇതേ ഉള്ള ഒരു ലോകം എന്ന ശാഠ്യവും പറ്റില്ല. വേറെ ലോകങ്ങളുമുണ്ട്. ഈ പ്രകാരത്തിലുള്ള ഒരു ശരീര സങ്കല്പത്തിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. സൂക്ഷ്മ ശരീരങ്ങളുമായിട്ടും ഉണ്ടാവാം.
ഏതായാലും ഞാൻ അവിടെ ഒന്നും ഒതുങ്ങുന്നില്ല. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ. ഇനി മനുഷ്യവർഗത്തിലാകട്ടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാ എന്ന വർഗഭേദങ്ങളുണ്ട്. വർണ്ണഭേദങ്ങളുണ്ട്. ഇതൊക്കെ ശരീര സംബന്ധിയായി ത്രിഗുണ സംബന്ധിയായി കൽപ്പിക്കപ്പെടുന്ന സൗകര്യങ്ങളാണ്. അതിലഭിമാനിക്കുന്നവർ അഹം ബ്രാഹ്മണ, അഹം ശൂദ്ര, അഹം വൈശ്യ, ക്ഷത്രിയോഹം എന്നിങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ആ അഭിമാനം, ഐഡൻറ്റിഫിക്കേഷൻ, അത് എൻ്റേതുമായിട്ടുള്ള സംബന്ധമാണ്. ഞാനാര് എന്ന ചോദ്യത്തിന് നീ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമല്ല. അവിടെ വകതിരിച്ചറിയണത്. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാ. ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല. ത്രിഗുണ അധിഷ്ഠിതമായി കർമ്മമേഖലയിൽ വ്യാപരിക്കുമ്പോൾ വർണ്ണഭേദം പരിഗണിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഔചിത്യം. സ്വധർമാനുഷ്ഠാനം കൊണ്ട് വാസനാജയം നേടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാണ് വഴി. പക്ഷേ ഞാൻ ആര് എന്ന ഒരു ഇൻട്രോസ്പെക്ഷൻ, ആഴത്തിലുള്ള ഒരു റിഫ്ലക്ഷനും മനനവും വിമർശനാത്മക വിശകലനവും ഒക്കെ, സെൽഫ് അനാലിസിസ്, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഇതൊക്കെ നടത്തുമ്പോൾ ബ്രാഹ്മണനെന്നും വൈശ്യനെന്നും ക്ഷത്രിയനെന്നും ശൂദ്രനെന്നും ത്രിഗുണാടിസ്ഥാനത്തിൽ വർണ്ണഭേദം കൽപ്പിക്കാൻ പറ്റില്ല. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാ ന ബ്രഹ്മചാരീ ന ഗൃഹീ വനസ്ഥ. പിന്നെയുള്ളതാണ് പ്രായം പ്രമാണിച്ചുള്ള വകതിരിവ്. വീണ്ടും സൗകര്യാർത്ഥം, വാട്ട് യു ഷുഡ് ഡു. ഓരോരോ പ്രായപരിധിയിലും എന്തു ചെയ്യണം, അതിനനുസരിച്ചുള്ള കൽപ്പനയുണ്ട്. ഇതൊക്കെ ഡയറക്ഷൻസാണ്. എങ്ങനെ ജീവിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ടിട്ടുള്ള ഡയറക്ഷൻസാണ്, മാർഗദർശനങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് ബ്രഹ്മചാരി പഠനത്തിലും സ്വാധ്യായത്തിലും അതുപോലെ പാഠനത്തിലും മറ്റുള്ളവർക്ക് അറിഞ്ഞതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന വ്യാപാരത്തിൽ ഏർപ്പെടണം. ഇങ്ങനെ ഗുരു അനുഗ്രഹത്തോടെ സ്വാധ്യായ കാര്യങ്ങളൊക്കെ സാമാന്യം നിർവഹിച്ച ശേഷം ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വാനപ്രസ്ഥം, അങ്ങനെ ഒരു ജീവിതം അവലംബിക്കണം. പിന്നീട് സർവതന്ത്ര സ്വതന്ത്രാവസ്ഥ, ഭിക്ഷുരവസ്ഥ, സന്യാസത്തെ സ്വീകരിക്കണം. ഇവിടെ പറയണു ന ബ്രഹ്മചാരീ ന ഗൃഹീ വനസ്ഥ. വാനപ്രസ്ഥിയല്ല, ഗൃഹിയല്ല, ബ്രഹ്മചാരിയുമല്ല, ഭിക്ഷുർന ചാഹം, ഭിക്ഷുവുമല്ല, സന്യാസിയും അല്ല. ഇങ്ങനെ ഗുരുവിൻ്റെ ചോദ്യത്തോട് എന്തെന്ന് പൊതുവെ, എന്താണ് ആരാണ് എന്ന് പൊതുവെ നാം ഒക്കെ അഭിമാനിക്കുമോ അതിനെയൊക്കെ നിഷേധിക്കുന്നു. ഇപ്പം നിഷേധ അധിഷ്ഠിത ഉത്തരമാണ് ആദ്യം പറയുന്നത്. ഇത് വളരെ ഉത്തരവാദിത്വമുള്ള സമീപനമാണ്. ഹൂ ആം ഐ എന്നത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പൊതുവെ ഞാൻ ആരെന്ന് ധരിക്കുമോ അതൊക്കെ നിഷേധിക്കുന്ന റെസ്പോൺസ്. വെരി റിഫ്ലക്റ്റീവ്, റെസ്പോൺസീവ് റെസ്പോൺസ്. ഇനി എന്താണ് എന്ന് പറയുന്നു. നിഷേധം കഴിഞ്ഞു. നിഷേധാവധി. എല്ലാം ഞാനങ്ങനെ ഡിനൈ ചെയ്താൽ,
എൻ്റേതെന്ന് കരുതുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അഭിമാനങ്ങളെ മുഴുവൻ ഡിനേ ചെയ്താൽ there you reach where the real nature of the self, റിയൽ നേച്ചർ ഓഫ് ദി സെൽഫിൽ എത്തിച്ചേരും. അതിനെക്കുറിച്ച് എന്ത് പറയും ചോദിക്കുക. നിജബോധരൂപ, ഞാൻ ബോധസ്വരൂപിയാകുന്നു. ബോധം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. ഞാൻ ചിത്സ്വരൂപിയാകുന്നു. നിജബോധരൂപ, ഞാൻ ബോധരൂപിയാണ്, ചിദ്രൂപിയാണ്. ഇതാണ് കൂടിയിരിക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹസ്താമലകൻ സ്വരൂപത്തെ സംബന്ധിച്ച് നൽകിയ ഉത്തരം. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ഞാൻ മനുഷ്യനോ ദേവയക്ഷ ഗണത്തിൽപ്പെട്ടവനോ അല്ല. വർണ്ണാശ്രമി ആ പ്രകാരത്തിലൊന്നും എന്നെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ എന്നെ ഒതുക്കാൻ പറ്റില്ല. ഐ ആം ബിയോണ്ട്. അതുപോലെ എല്ലാ കൽപ്പനകൾക്കും അപ്പുറത്ത് പരിലസിക്കുന്ന ബോധമാണ് ഞാൻ. ധ്യാന നിർദ്ദേശം നൽകുന്ന സമയത്തൊരു പ്രയോഗമുണ്ട്, അത്യാശ്രമസ്ഥ. ആശ്രമങ്ങൾക്കും അപ്പുറത്തേക്ക് പോകണം. നിർദ്വന്ദ്വോ ഭവ, നിത്യസത്വസ്ഥ ഭവ എന്നിങ്ങനെയൊക്കെയുള്ള ആദേശങ്ങൾ. ഗോ ബിയോണ്ട് എന്നതാണ് മെസ്സേജ്. എല്ലാ നമ്മുടെ ഐഡൻറ്റിറ്റീസും ഐഡൻറ്റിഫിക്കേഷൻസും അതിക്രമിക്കുക. അങ്ങനെയാണ് ശരിയായ സ്വരൂപനിഷ്ഠ ഉറപ്പാക്കാൻ ഉദ്യമിക്കേണ്ടത്. വീണ്ടും പറയുന്നു, നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തോ നിരസ്ഥാഖിലോപാധിരാകാശകൽപ്പഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥായഃ സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. സ നിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. അഹം ആത്മാ, ഞാൻ ആത്മാവാണ് എന്നതാണ് സ്വരൂപ അധിഷ്ഠിതമായ വാക്യം. എങ്ങനെയുള്ള ആത്മാവാണ്? നിത്യം ഉപലബ്ധമായത്. എൻ്റെ ഉണ്മയെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്നതിന് പ്രമാണങ്ങളെ ആവശ്യമില്ല. ഭഗവത്ഗീതയിൽ അപ്രമേയ എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ 2-ാം അധ്യായത്തിൽ ആത്മതത്വം അപ്രമേയമാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നു, പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തത് പ്രത്യക്ഷ, അനുമാന, ഉപമാന, അർത്ഥാപത്തി, അനുപലബ്ധി, ശബ്ദപ്രമാണങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റാത്തത്. ഇത് വലിയ വിമർശനത്തിന് കാരണമാവും. വാഗ്ദാനം എന്താണ്? യഥാവത് ജ്ഞാനം. അറിവില്ലായ്മയാണ് സകല സങ്കടങ്ങൾക്കും സംസാര ദുഃഖദുരിതങ്ങൾക്കുമൊക്കെ കാരണം, പരിഹാരം അറിവാണ്. അറിവ് വേണമോ? അറിവ് എന്ന് പറഞ്ഞാൽ പ്രമാ. പ്രമാ എന്ന് പറഞ്ഞാൽ യഥാവത് ജ്ഞാനം. യഥാവത് ജ്ഞാനപ്രാപ്തിക്ക് എന്ത് വേണം? ഉചിത പ്രമാണം ഉപയോഗിക്കണം.
പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് പ്രമ. പ്രമ അനയാ ഇതി പ്രമാണം. പ്രമാണത്തിൻ്റെ നിർവചനം പ്രമയെ നൽകുന്നത്. ഇപ്പം യഥാവജ്ഞാനം വേണമെങ്കിൽ പ്രമാണം വേണം. അവ എന്താ? വേദാന്ത വിഷയത്തിൽ പ്രമാണം എന്ത് എന്ന അന്വേഷണം. ആഗമപ്രമാണം, ശബ്ദപ്രമാണം, അപരോക്ഷ ശബ്ദപ്രമാണം എന്നിങ്ങനെയൊക്കെ പറയും. പക്ഷെ അപ്രമേയ ശബ്ദം വ്യാഖ്യാനിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നു ഒരു പ്രമാണങ്ങളെ കൊണ്ടും അറിയാൻ പറ്റില്ലേ. അപ്പോൾ പിന്നെ ശബ്ദപ്രമാണം കൊണ്ട് അറിയാൻ പറ്റില്ലേ? അപരോക്ഷ ശബ്ദപ്രമാണം. ആചാര്യസ്വാമികൾ പറയണു അതൊക്കെ അതല്ലാത്തതിനെ നിഷേധിക്കാനുള്ള പ്രമാണമാണ്. വേദം പ്രമാണമാണ്, ആഗമം പ്രമാണമാണ്, തത്തു അന്ത്യം പ്രമാണം, അത് അവസാനത്തെ പ്രമാണം. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രമേയമായിട്ടുള്ള ആത്മതത്വത്തെ അത് ഒരിക്കലും അഭിവ്യക്തമാക്കുന്നില്ല. പിന്നെ അല്ലാത്തതിനെയൊക്കെ നിഷേധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അന്ത്യം പ്രമാണം. ഇങ്ങനെ പ്രമാണങ്ങളെ കൊണ്ട് അറിയണമെന്ന പരിമിതിയില്ലാത്ത നിത്യോപലബ്ധി, നിത്യം ഉപലബ്ധമായത്. നിത്യം ഉപലബ്ധമായത് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് തിരിച്ചറിയപ്പെട്ട ഒന്ന് എന്നല്ല. സ്വരൂപോഹമാത്മാ, നിത്യമായിട്ട് ഉപലബ്ധമായിട്ടുള്ള, ഒരു പ്രമാണങ്ങളെ കൊണ്ട് നിഷേധിക്കാൻ പറ്റാത്ത, ഒരു പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്ത, ഇതിനെന്താ പ്രമാണം? സ്വാനുഭവമേവ പ്രമാണം. എല്ലായ്പ്പോഴും എന്നിൽ അത് അനുഭൂതമാവുന്നുണ്ട്. അഥവാ എല്ലാ അറിവുകളും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതൊരിക്കലും അറിവിന് വിഷയമല്ല, അതറിയപ്പെടുന്നതല്ല. അതാണ് അറിയുന്നത്. അറിയാൻ വല്ലതുമുണ്ടെങ്കിൽ സനിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ, നിത്യം ഉപലബ്ധമായ സ്വരൂപം ആത്മാവാണ് ഞാൻ. പക്ഷെ എങ്ങനെ അതിനെ സൂചിപ്പിക്കും, ധ്വനിപ്പിക്കുന്നതാണെങ്കിൽ ഒരു ക്ലൂ തരാമെന്ന് പറയാം. എന്താ ക്ലൂ? യഹാ നിമിത്തം മനഃചക്ഷുരാദി പ്രവൃത്തവും. മനസ്സ്, ചക്ഷുസ് തുടങ്ങിയ, മനസ്സ് അന്തരിന്ദ്രിയം, ചക്ഷുസ് ബാഹ്യേന്ദ്രിയം. അപ്പം അന്തരിന്ദ്രിയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും, അന്തഃകരണത്തെയും ബാഹ്യകരണത്തെയും പ്രവർത്തിപ്പിക്കുന്നത്, അന്തഃകരണത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് മനസ്സ് പ്രയോഗിച്ചിരിക്കുന്നത്. ബാഹ്യകരണങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചക്ഷുസ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചക്ഷുസ് കൊണ്ട് ചക്ഷുസ് മാത്രമല്ല അർത്ഥമാക്കിയെന്നർത്ഥം. മനഃചക്ഷുരാദി പ്രവൃത്തോ യഹ നിമിത്തം, യാതൊന്നു നിമിത്തമായിട്ട് മനസ്സ്, ചക്ഷുസ് മുതലായവയുടെ പ്രവൃത്തി സംഭവിക്കുന്നു. നിരസ്ഥാഖിലോപാധിരാകാശകൽപ്പ, ആ ഒരു അന്തഃകരണങ്ങളെയും ബാഹ്യകരണങ്ങളെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന തത്വം സകല ഉപാധികളും അസ്തമിച്ചതാകുന്നു. എന്ന് പറഞ്ഞാൽ അതിനെ അറിയാൻ മനസ്സിൻ്റെ ഒരു ഉപാധി ആവശ്യമില്ല. എല്ലാ ഉപാധികളും അസ്തമിച്ചതാണ്. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയൂ എന്നാണെങ്കിൽ ആകാശകൽപ്പ, റിലേറ്റീവ്ലി ആത്മതത്വത്തെ സൂചിപ്പിക്കാൻ ഒരേ ഒരു സങ്കേതമേ ഉള്ളൂ, അത് ആകാശമാണ്. അഖില ഉപാധികളും അസ്തമിച്ച ആകാശകൽപ്പ, ആകാശതുല്യം. നിരസ്താഖിലോപാധിരാകാശകൽപ്പ. ഇപ്പം മനസ്സ് മുതലായവയെ അത് പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുക. ഉത്തരം യഥാ രവിഹി
സൂര്യനെ ഉദാഹരണമായിട്ടെടുക്കും. സൂര്യലോകം യഥാ ജനാഹ, ആത്മബോധത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. സൂര്യലോകം യഥാ ജനാ. സൂര്യൻ ഉദിക്കുന്നതോടുകൂടി എങ്ങനെയാണോ ലോകം മുഴുവൻ ഉണർന്ന് പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടുന്നത്, അതുപോലെയാണ് മനസ്സ് മുതലായ ഇന്ദ്രിയങ്ങളെയും ഉപാധികളെയും ഒക്കെ ഈ ചൈതന്യം പ്രവർത്തിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു അധ്യക്ഷതയിൽ, സാന്നിധ്യത്തിൽ എല്ലാം വൈബ്രൻ്റായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ആത്മതത്വത്തിലേക്ക് ഉള്ള പോയിൻറ്റേഴ്സായിട്ട്, വിരൽ ചൂണ്ടലുകളായിട്ട് നമുക്ക് എല്ലാ വ്യവഹാരങ്ങളെയും മനസ്സിലാക്കാം. നിമിത്തം മനഃചക്ഷുരാദിപ്രവൃത്തോ നിരസ്താഖിലോപാധിരാകാശകൽപ്പഃ രവിർലോകചേഷ്ട. രവി യഥാ ലോകചേഷ്ട. ലോകചേഷ്ടകൾക്ക് മുഴുവൻ രവി എങ്ങനെയാണോ, സൂര്യൻ എങ്ങനെയാണോ കാരണമായിരിക്കുന്നത്, നിമിത്തം യഥാ എങ്ങനെയാണോ നിമിത്തമായിരിക്കുന്നത്, സൂര്യലോകം യഥാ ജനാഹ. സനിത്യോപലബ്ധിസ്വരൂപോഹമാത്മാ. നിത്യ ഉപലബ്ധമായ ആ ആത്മസ്വരൂപമാണ് ഞാൻ. നാഹം മനുഷ്യ ന ദേവയക്ഷഃ ന ഗൃഹീ ന വനസ്ഥഃ ന ബ്രഹ്മചാരി ന ഭിക്ഷുഃ ന ബ്രാഹ്മണഃ വൈശ്യശൂദ്ര ക്ഷത്രിയ എന്നൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇന്ദ്രിയാദികളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പിറകിൽ ഏതൊരു ശക്തി ചൈതന്യമുണ്ടോ, സാന്നിധ്യമുണ്ടോ, അതാണ് ഞാൻ. ഇങ്ങനെ നമുക്ക് ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ക്ലിയർ കട്ട് റിയലൈസേഷൻ ഉണ്ടാവട്ടെ. ഇൻസ്റ്റെഡ് ഓഫ് ഐഡൻറ്റിഫൈയിങ് വിത്ത് അതർ എക്സ്പ്രഷൻസ് ഓഫ് എക്സിസ്റ്റൻസ്, ഉണ്മയുടെ ബഹുപ്രകാരത്തിലുള്ള ആവിഷ്കാരങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പകരം വിശകലനം ചെയ്ത് അറിയുന്നതാണ് ഉത്തരവാദിത്വ ബോധമുള്ള സമീപനം. അങ്ങനെ എന്തറിയണം? നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ മൂവ് അറൗണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ വിഹരിക്കൂ എന്ന് പറയുക. ഈ ഒരു ബോധ്യത്തോടു കൂടി വിഹരിക്കുന്നവർ ആത്മലോക സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളാവും. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർ അസ് ദേഹം സത്യം, ദേഹോഹം, ദേഹം സത്യമാണ്, ഞാൻ ദേഹമാണ്, ഇങ്ങനെയൊക്കെയുള്ള വികല്പങ്ങൾ. ഫോർ ദം അവർ ശരീരാദികളെ ഉപയോഗിക്കുമ്പോഴും പക്ഷേ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മ എന്ന കൺവിക്ഷനുണ്ട്.